Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ കണക്ടർ എന്ന ഡിജിറ്റൽ അസറ്റ് മാനേജർ സോഫ്റ്റ്വെയർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D Max മായ തുടങ്ങിയ 3D സോഫ്റ്റ്വെയറുകളിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫ്രീ അസറ്റ് മാനേജർ സോഫ്റ്റ്വെയർ ആണിത്. 3D മോഡൽസ്, HDRI ഫയൽസ്, മെറ്റീരിയൽസ്, മാപ്സ് തുടങ്ങിയവ ഓർഗനൈസ് ചെയ്ത് 3D സോഫ്റ്റ്വെയറിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു കണക്ടർ എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാമെന്നും 3D Maxലേക്ക് കണക്ടർ സോഫ്റ്റ്വെയറിന്റെ ഇന്റഗ്രേഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. കണക്ടർ എന്ന ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ മെനൂസ് ഈ ഒരു ടോപ്പ് സൈഡിൽ ഇവിടെ കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ ഫോൾഡേഴ്സ്, പ്രൊഡക്ടിവിറ്റി, ഈ ഒരു സെന്റർ പോർഷനിൽ അസറ്റ് പ്രിവ്യൂ, സെലക്ട് ചെയ്യുന്ന ഓരോ അസറ്റ്സിന്റെ ഡീറ്റെയിൽസും ഈ ഒരു സെക്ഷനിലൂടെ കാണാവുന്നതാണ്. റൈറ്റ് സൈഡിൽ PBR മെറ്റീരിയൽ മിക്സർ എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിന്റെ ഇന്റർഫേസ് വിൻഡോ എന്ന ഈ ഒരു മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിന്റെ പ്രിവ്യൂസ് വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആയ ഈ ഒരു ഫോൾഡേഴ്സ് എന്ന സെക്ഷനിലേക്ക് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ലൈബ്രറീസിനെ ആഡ് ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഫോൾഡേഴ്സ് എന്ന കാറ്റഗറിയിലേക്ക് ഫോൾഡേഴ്സിനെ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. 3D മോഡൽസ് എന്ന ഈ ഒരു ഫോൾഡർ ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ഫോൾഡറാണ് കണക്ടറിന്റെ ഫോൾഡർ സെക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഈ ഒരു ഫോൾഡേഴ്സ് കാറ്റഗറിയിൽ 3D മോഡൽസ് എന്ന ഈ ഒരു ഫോൾഡേഴ്സ് ഇതിൽ ആഡ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. അടുത്തായി HDRI ഫയൽസ് അടങ്ങുന്ന ഈ ഒരു ഫോൾഡറിനെയാണ് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള ഫോൾഡേഴ്സിനെ എല്ലാം ഈ ഒരു സെക്ഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ആഡ് ചെയ്ത ഓരോ ഫോൾഡേഴ്സിനെയും നമുക്കിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്ന് കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നതും, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൾഡർ എക്സ്പ്ലോററിൽ ഓപ്പൺ ചെയ്യുന്നതിനും ആ ഒരു ഫയൽ ലൊക്കേഷൻ കോപ്പി ചെയ്യുന്നതും, ഇനി ഒരു ഫോൾഡർ കാറ്റഗറിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിലും ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ന്യൂ ഫോൾഡർ, കട്ട്, കോപ്പി, റീനെയിം തുടങ്ങിയ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ കട്ട്, റീനെയിം തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ച് ആ ഒരു സോഴ്സ് ഫോൾഡറിലും സംഭവിക്കുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 3D മോഡൽസ് എന്ന ഫോൾഡറിൽ ഇതിന്റെ സബ് ഫോൾഡേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഫോൾഡറിന്റെ സബ് ഫോൾഡേഴ്സ് അസറ്റിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷോ അസറ്റ്സ് ഇൻ സബ് ഫോൾഡേഴ്സ് എന്ന ഈ ഒരു ടിക്ക് ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ ഫോൾഡേഴ്സിൽ അവൈലബിൾ ആയ എല്ലാ അസറ്റ്സും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫിൽറ്റർ 3D ഫയൽസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ഫോൾഡറിൽ അവൈലബിൾ ആയ 3D ഫോർമാറ്റുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്ന് ആവശ്യമായ ഏത് ഫോർമാറ്റ് ആണ് നമുക്കിതിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഫോർമാറ്റിനെ മാത്രം നമുക്ക് ടിക്ക് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. കൂടാതെ മാക്സ് വേർഷൻ, അതിന്റെ റെൻഡർ എഞ്ചിൻ തുടങ്ങിയെല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള റെൻഡർ എഞ്ചിനിലുള്ള ഫയൽസിനെ സെലക്ട് ചെയ്യാനും മാക്സ് വേർഷൻ സെലക്ട് ചെയ്യാനും ഇതിൽ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിൽറ്റർ മെറ്റീരിയൽസ് എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ആ ഫോൾഡേഴ്സിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇതിൽ ഡിസ്പ്ലേ ആവുന്നതാണ്. ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോൾഡറിലുള്ള ഇമേജസ്, വീഡിയോസ്, കാറ്റ് ഫയൽ തുടങ്ങിയ എല്ലാം ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള HDRIs എന്ന ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. HDRI ഫയൽസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനായി ഇവിടെ ഫിൽറ്റർ എന്ന സെക്ഷനിൽ 3D ഫയൽസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇമേജസ് എന്ന സെക്ഷൻ ഇതിൽ എനേബിൾ ചെയ്യാം. ഇതിലൂടെ ഈ ഒരു ഫോൾഡറിൽ അവൈലബിൾ ആയ HDRIs ഇവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന HDRIയുടെ പ്രിവ്യൂ ചെക്ക് ചെയ്യുന്നതിനായി നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് സൈഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന HDRIയുടെ ഡിസ്പ്ലേ ഇവിടെ കാണാവുന്നതാണ്.
ഈ ഒരു ഇൻ്റർഫേസിലുള്ള ഏതൊരു വിൻഡോയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത HDRIയുടെ പ്രിവ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് മൗസിനെ മൂവ് ചെയ്ത് ആ ഒരു HDRIയുടെ പ്രിവ്യൂ ഇതുപോലെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമ്മുടെ സീനിന് അനുയോജ്യമായ HDRI ഫയൽസ് ചെക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അസറ്റ് പ്രിവ്യൂ നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ സ്വിച്ച് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതുമാണ്. സിപ്പ് അസറ്റ്സ് എന്ന ഈ ഒരു ഫോൾഡർ ഇതിൽ കാണാവുന്നതാണ്. ഈ ഫോൾഡറിൽ അവൈലബിൾ ആയ സിപ്പ് ഫോൾഡേഴ്സിനെ കാണുന്നതിനായി ഈ ഒരു കാറ്റഗറി ഇവിടെ ഫിൽറ്ററിൽ നിന്ന് ഓൺ ചെയ്യാം. ഇതിൽ അവൈലബിൾ ആയ സിപ്പ് ഫോൾഡേഴ്സ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു സിപ്പ് ഫോൾഡർ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. PBR മാപ്സിന്റെ ഒരു സിപ്പ് ഫോൾഡർ ആണ് ഇവിടെ കാണുന്നത്. ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്തപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൽ അവൈലബിൾ ആയ എല്ലാ ടെക്സ്റ്റേഴ്സും ഇവിടെ കാണാവുന്നതാണ്. ഇനി റൈറ്റ് സൈഡിൽ അവൈലബിൾ ആയ ഈ ഒരു PBR മെറ്റീരിയൽ മിക്സർ എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള PBR മാപ്സിനെ ഈ ഒരു മിക്സറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രിവ്യൂ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബേസ് കളർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആംബിയന്റ് ഒക്ലൂഷൻ എന്ന ഈ ഒരു ഫയൽ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ആംബിയന്റ് ഒക്ലൂഷൻ ഫയലിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യുകയാണ്. ഓരോ ഫയൽസ് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴും അതിന്റെ ചേഞ്ചസ്, ആ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ ഈ ഒരു മിക്സറിൽ നിന്ന് കാണാവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ സീനിലേക്ക് ആവശ്യമുള്ള അസറ്റ്സിനെ ഈസിയായി ഫൈൻഡ് ചെയ്യുന്നതിനും അതിനെ 3ds Maxലേക്ക് ആഡ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു കണക്ടർ സോഫ്റ്റ്വെയർ 3ds Maxുമായി ഇന്റഗ്രേഷൻ ആഡ് ചെയ്യുന്നതിനായി ഇന്റഗ്രേഷൻസ് എന്ന ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡെഡിക്കേറ്റഡ് 3ds Max എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കസ്റ്റം പ്രിവ്യൂ ജനറേറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓട്ടോ സെറ്റപ്പ്, മാനുവൽ സെറ്റപ്പ് എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. ഓട്ടോ സെറ്റപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയ ഏത് 3ds Max വെർഷനിലേക്കാണ് ഇതിന് ഇന്റഗ്രേഷൻ ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു വെർഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ ഇതിൽ അവൈലബിൾ ആയ അസറ്റ്സിനെ ഡ്രാഗ് ചെയ്ത് 3ds Maxലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കാറ്റഗറീസ് മാത്രം നമുക്ക് ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാം. അതുപോലെ ഇതിന്റെ പ്രിവ്യൂസ് വെർട്ടിക്കലായോ ഹൊറിസോണ്ടലായോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു മോഡലാണ് നമുക്ക് ആദ്യമായി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് മെർജ് ആൻഡ് പ്ലേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ഒരു മോഡലിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരു കോപ്പിയാണ് ആ മോഡലിന്റെ പ്ലേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലേസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു മോഡലിന്റെ പ്ലേസിംഗ് ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായ മോഡൽസിനെ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് ആക്സസ് ചെയ്ത് അതിനെ ഈസിയായി നമ്മുടെ സീനുകളിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കണക്ടർ എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ആദ്യമായി നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇന്റീരിയർ ആർക്കിടെക്ചർ പ്രൊജക്റ്റുകളിൽ അസറ്റ്സിനെ ഓർഗനൈസ് ചെയ്യാൻ ഈ ഒരു കണക്ടർ എന്ന ഫ്രീ അസറ്റ് മാനേജർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.